നമ്മൾ കഴിക്കുന്നു. അതെ. പലപ്പോഴും മാങ്ങയെ പോലെ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തെന്നിരിക്കാം. അതെ. എങ്കിലും ഇതിലൊന്നും നമുക്കൊന്നും കിട്ടുന്നില്ല. ഈ പൈസ കളയുന്നു എന്നല്ലാതെ ഈ ശരീരത്തിന് ഗുണകരമായ ഒന്നും ഇതിൽ നിന്നും വരാറില്ല. അത് ഈ പ്രത്യേകിച്ചുള്ള ഫീൽഡ്, അത് അത്രയും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഫീൽഡ്, അത്രയും പരിപോഷിച്ച് നടത്തി വരുന്ന ഒരു ഫീൽഡിൽ നിന്നും മാത്രം, ഒരു പാഠത്തിൽ നിന്ന് മാത്രമേ നമുക്ക് നല്ല ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ ബീഫിന്റെയും പശുവിന്റെയും മീറ്റിന്റെയും കാര്യം എടുത്താൽ പലപ്പോഴും ഈ കാറ്റൽ ഫീഡില് അടുത്ത കാലം വരെയും ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയാം, ഞാൻ അധികം നോക്കിയിട്ടില്ല. ഈ കാറ്റൽ ഫീഡുകൾ പലതും ഈ മീറ്റ് ബേസ്ഡ് ആണ്, ഈ വെജിറ്റബിൾ ബേസ്ഡ് അല്ല. ഇപ്പം ഈ വെജിറ്റബിൾസ് കഴിക്കുന്ന പശുവും ആടും ഒക്കെ തിന്നുന്നത് ഈ കാറ്റൽ ഫീഡ് ആണെങ്കിൽ അതിൽ മീറ്റിന്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പശുവിന്റെ വയറിനുള്ളിലുള്ള ബാക്ടീരിയകൾക്ക് മാറ്റം വരികയും അതിൽ നിന്നും ആഗിരണം ചെയ്തെടുക്കാൻ പറ്റുന്ന നറിഷ്മെന്റ്സിന് ഒരുപാട് മാറ്റം വരികയും ചെയ്യും. അപ്പം ഈ നമ്മുടെ കന്നുകാലികൾ എന്ത് ആഹാരം കഴിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യമാണ്. അത് കഴിക്കുന്ന പുല്ലിനും അഥവാ പുല്ല് കഴിക്കുന്നെങ്കിൽ തന്നെ അതും നറിഷ്മെന്റ് ഉള്ളതാണോ എന്നിങ്ങനെ അറിയാൻ നോക്ക്. അതൊരു വലിയൊരു വിഷയമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ എല്ലായിടത്തും പറയുന്നത്, ഈ സാധാരണഗതി നിങ്ങൾ തന്നെ നിങ്ങളുടെ മലക്കറികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ കടൽ പായൽ എടുത്ത് അതിനെ കത്തിച്ച് ചാരമാക്കി ആ ചാരം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടനവധി ഈ മൈക്രോ ന്യൂട്രീഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. കാര്യം കടലിൽ നമ്മൾ ആരും കൃഷി ചെയ്യുന്നില്ലല്ലോ. കടലിലുള്ള ഒരുമാതിരി എല്ലാ മിനറൽസും കടൽ ചെടികൾക്ക് കിട്ടും. അതിന്റെ അതിന്റെ ക്ഷാരത്തിൽ നിന്നുമുള്ള ഒരു അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കൂടുതൽ നമ്മുടെ പാടങ്ങളെ ഫലഭൂയിഷ്ടമാക്കാം. ഓക്കെ. സോയിൽ ഡിപ്ലീഷനും എല്ലാം ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ ഡോക്ടർ, മറ്റൊരു ചോദ്യം. ഇപ്പൊ ഡോക്ടർ മോഡേൺ സയൻസും അതുപോലെ തന്നെ സിദ്ധ വൈദ്യവും ഒക്കെ ഒരേപോലെ പഠിച്ചൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മുടെ പരമ്പരാഗത അറിവുകളും അതുപോലെ ഇന്നത്തെ ഒരു സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സും അല്ലെങ്കിൽ നമ്മളുടെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ പലപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരു മൊഡാലിറ്റിയിലുള്ള ആൾക്കാർ മറ്റൊരു മൊഡാലിറ്റിയെ എതിർക്കുന്ന രീതിയും അല്ലെങ്കിൽ അത് ശരിയല്ല, ഇങ്ങനെ പല വിരുദ്ധ അഭിപ്രായങ്ങളാണ്. ഒരു വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ ഡോക്ടറുടെ ഒരു അഭിപ്രായത്തില് ഈ നമ്മളുടെ എന്തായാലും സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, അതുപോലെ തന്നെ പരമ്പരാഗത അറിവുകളും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇത് രണ്ടും കൂടി നമ്മൾ സമന്വയിപ്പിക്കുമ്പോൾ ഇത് ആരോഗ്യ പരിപാലനത്തിന്, നമ്മുടെ ഒരു ആരോഗ്യ പരിപാലനത്തിന് അത് എങ്ങനെ അത് കൂടുതൽ ഒരു മൂല്യമുള്ളതാക്കുന്നു എന്താണ് ഡോക്ടർ ആ ഒരു കാര്യത്തിലുള്ള കാഴ്ചപ്പാട്? ആരാണ്ടോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ കുരുടന്മാർ ആനയെ നോക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ആനയെ നോക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ എല്ലാവരും. ഒരിക്കലും നമുക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടില്ല, പറ്റത്തില്ല. ഉള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ള അറിവ് വെച്ച് നമ്മൾ ഒരു സാധനത്തിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അറിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അറിവിനെ അറിയാൻ പറ്റുള്ളൂ. എല്ലാം സത്യത്തെയാണ് കാണുന്നത്. കാണുന്ന സത്യങ്ങൾ വ്യത്യസ്തമായ സത്യങ്ങളാണെന്ന് മാത്രം. എല്ലാം ഒരു സത്യത്തിന്റെ ഭാഗമാണെങ്കിലും ഈ കാണുന്ന ഭാഗങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. വൈദ്യവും മോഡേൺ മെഡിസിനും അക്യുപങ്ചറും എന്താണ് ചൈനീസ്, ഇതെല്ലാം ഒരു ശരീരത്തിനെ നന്നാക്കാനുള്ള ശ്രമമാണ്. കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ അറിവിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും പൂർണ്ണമായിട്ടും അറിയാൻ പറ്റില്ല. എങ്കിലും ഇപ്പം ഞാൻ സിദ്ധവൈദ്യം മോഡേൺ മെഡിസിനുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് രണ്ടും ഒന്ന് തന്നെയാണ്. എനിക്ക് ഇതിൽ വ്യത്യാസം മനസ്സിലാകുന്നില്ല. കാര്യം ഒരേ തന്നെ
പണ്ടത്തെ ആൾക്കാർ ചെറിയ വേറെ രീതിയിൽ കണ്ടു, ഉം, ഇന്നത്തെ ആൾക്കാർ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു. പക്ഷെ ഉം, രണ്ടും കണ്ട കാര്യങ്ങൾ ചെറിയ വ്യത്യസ്തമാണെങ്കിലും രണ്ടും ഒരേ കാര്യത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. ഉം, ഉം, അതുകൊണ്ട് ഇതില് ഈ കോൺട്രഡിക്ഷൻ ഇല്ല, കോൺഫ്ലിക്റ്റ് ഇല്ല. ഉം, ഉം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഈ ആ, ആ, പണ്ടത്തെ സിദ്ധ വൈദ്യക്കാർ ഈ ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പാടില്ല എന്ന് പറയും. ആ, ഇന്ന് മോഡേൺ മെഡിസിനും അത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ സ്പേസ് ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. ഉം, സ്പീഡ് കൊണ്ടുവരുന്ന രോഗങ്ങളുണ്ട്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കുഴപ്പമുള്ള രോഗങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ വ്യാപ്ത വളരെ ലിഖിതമായി ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ഒന്നാണെന്ന് മനസ്സിലാവും. വ്യത്യസ്തമൊന്നുമില്ല. ഈ കുറച്ച് മാത്രം അറിയാവുന്നവരാണ് അത് മോശം ഇത് മോശം എന്ന് പറഞ്ഞ് നടക്കുന്നത്. പിന്നെ വിവരം കിട്ടവന്മാർ എല്ലായിടത്തും ഉണ്ട്, ഉം. വിവരദോഷം എല്ലാത്തിനും. അത് നമ്മൾ മാറ്റിക്കളയേണ്ടിയിരിക്കുന്നു. അതെ, 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 അതെ. ഏഹ് ഇതിപ്പോ നമ്മൾ കണ്ണടച്ചിട്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാളും പല്ല് കുറവാണെന്ന് പറയുന്ന കൂട്ടാണ്. ഉം. ആൾക്കാരുണ്ട് ഒരുപാട് വർഷം. ഓക്കെ ഡോക്ടർ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇപ്പൊ നമ്മൾ ലോഞ്ചിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ദീർഘായുസ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ ആയുസിന്റെ വർഷങ്ങൾ കൂട്ടുന്നതാണോ പ്രധാനം? അതല്ലെങ്കിൽ ആ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ ആ വർഷത്തിന്റെ നമ്മൾ ജീവിക്കുന്ന ദിനങ്ങളുടെ ഗുണമേന്മ കൂട്ടുന്നതാണോ പ്രധാനം? അതിന് നമ്മൾ രണ്ടും എന്താണ് ഒരുമിച്ച് ചെയ്യേണ്ടത്? അതിനെന്താണ് ചെയ്യേണ്ടത്? രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൂടെ? രണ്ടും ഒരുമിച്ച് കൂട്ടാം. പക്ഷെ പലപ്പോഴും ആ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നിലവിലെ ഒരു മെയിൻ സ്ട്രീം പ്രോട്ടോകോൾ എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ച് കൂട്ടുന്നതിനല്ല. അതായത് മെയിൻ സ്ട്രീം പ്രോട്ടോകോളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നതും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും അതാണ് യഥാർത്ഥ ആരോഗ്യം എന്നുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ഉള്ളതും ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. ആ, Because and most people, they are taking, I mean, അല്ലെങ്കിൽ even medical professionals, they are putting people on a lot of medications. അങ്ങനെ ആയുഷ്കാലം മുഴുവൻ മരുന്നും കഴിച്ച് ചികിത്സയായി ആശുപത്രികളിലും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മുടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് ഡോക്ടറോട്. കാര്യം നമ്മളിത് പറയുമ്പോൾ പലർക്കും ഒരുപാട് ആ, ആ ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്താണ് യഥാർത്ഥ ഒരു ദീർഘായുസ് എന്നുള്ളത്. അതിലൊരു പ്രധാന സംഭവം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എല്ലാ വൈദ്യശാസ്ത്രവും ഒന്ന് ഉം, എന്ന് മാത്രം എല്ലാം ഉം. വളരെ കച്ചവടത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അതെ. പണ്ട് ചൈനയിലൊക്കെ ഈ ഉം, ഈ ഡോ- ഈ ഡോക്ടറിന്, നമ്മൾ ആരോഗ്യമായിരിക്കുമ്പോൾ നമ്മൾ ഡോക്ടറിന് പൈസ കൊടുക്കുന്നു, അസുഖം വരുമ്പോൾ പൈസ കൊടുക്കില്ല. ഉം. ഇപ്പൊ ഡോക്ടർ കടമയാണ് നമ്മളെ വീണ്ടും ആരോഗ്യകരനായ ഒരു പാർട്ടിയെ ഇരുത്തുക എന്നുള്ളത്. ഇരുത്തുക എന്നാലും എന്നുള്ളത്. എങ്ങനെ ആ, ആ, ആ. ഇതിപ്പോ നമ്മൾ തിരിച്ചാണ്. ഈ ഉം. രോഗി ഇന്നിടത്തോളം കാലം ഡോക്ടറിന് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഡോക്ടറിനല്ല ഹോസ്പിറ്റലിന് പൈസ കിട്ടുന്നു. പൈസ കിട്ടും. ഉം, ഉം. ആരാണോ ഹോസ്പിറ്റലിൽ അവർക്ക് പൈസ കിട്ടും. അതുകൊണ്ട് അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മൾ ആരോഗ്യത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ രോഗത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ഉം. രോഗം ഉണ്ടെങ്കിലേ എക്കോണമി ഉള്ളൂ, രോഗം ഉണ്ടെങ്കിലേ മരുന്നുള്ളൂ, ഉം. രോഗമുണ്ടെങ്കിലേ ഫാക്ടറികളുള്ളൂ എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് അതിന്റെ ഒരു റിസൾട്ട്. ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പറ്റില്ല. എന്തായാലും ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആളുകള് ഡോക്ടറെ ആരോഗ്യത്തോടു കൂടി തന്നെ പ്രായം കൂടണം എന്നാഗ്രഹിക്കുന്നതും ആശുപത്രികളിലേക്ക് എങ്ങനെ പോകാതിരിക്കാം, ഒരു രോഗിയാവാതിരിക്കാം എന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു ഒരു ലളിതമായിട്ടുള്ള ഒരു ഉപദേശം ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഏഹ് സമയത്ത് കിടന്ന് ഉറങ്ങുക, സമയത്ത് എഴുന്നേൽക്കുക, ഓക്കെ. അധികം ആഹാരം കഴിക്കാതിരിക്കുക, എന്നാ സമയത്ത് കഴിക്കുക. പിന്നെ എന്താണ്, പകല് വെളിച്ചത്തിരിക്കുക, രാത്രി വീട്ടിൽ ഉറങ്ങുക. ഇത്രയും മാത്രം. ഇത് നമുക്ക് ഇത്രയും നമ്മൾക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്, പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ മോഡേൺ ജീവിത രീതിയിൽ ഇത് അസാധ്യമായ കാര്യമാണ്. പറ്റുമെങ്കിൽ ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഒരു ശരിയായ ചെലവും ഇല്ല, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ചികിത്സ. അതെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഇനി വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ കം ഫോർവേഡ് ആൻഡ് ഡോക്ടറോട് ചോദിക്കാം. ആ, ചോദിച്ചോളൂ. നമ്മുടെ കാടുണ്ട്, വീടുണ്ട്.
സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സർ. സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യാവുന്നതുമാണ്. സാറിന്റെ വോയിസ് ബ്രേക്ക് ആണ് സർ. ഓക്കെ, സാർ ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ഓക്കെ ഓക്കെ. നമ്മള് നാട്ടില് ജീവിക്കുന്നവരുണ്ട്, കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ പറയായിരിക്കും അത് നമ്മുടെ ഈ പറഞ്ഞ എൻവയോൺമെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ സ്വീഡിഷിലുള്ള അതായത് സ്വീഡനിലുള്ളവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ആരോഗ്യത്തില്. അവിടെയുള്ള വിഷയങ്ങളെ പോലെ തന്നെയാണ് ഇവിടെയും വിഷയങ്ങളുള്ളത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതിന്റെ രോഗങ്ങളുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ജീവിത സാഹചര്യത്തിനുള്ള അനുസരിച്ചുള്ള രോഗങ്ങളുമുണ്ട്. ഇതില് രണ്ടും രണ്ട് രീതിയിൽ. പക്ഷെ നമ്മുടെ അവിടെ ഉള്ളതും വെസ്റ്റേണൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ, സ്വീഡൻ ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ ക്രോണിക് ഡിസീസസ് ആണ് വളരെ പ്രാധാന്യമുള്ളത്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലം വരെയും അക്യൂട്ട് കണ്ടീഷൻസിനായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു. ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അതേ തന്നെ ജീവിത സാഹചര്യ രോഗങ്ങൾ, മെറ്റബോളിക് കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഇവിടെ ഉള്ളതിനെ അടുത്തെത്തും. അതിലൊരു വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഈ തൊലി കറുത്തു പോകുമെന്ന് പേടിച്ചിട്ട് ആരും പുറത്തിറങ്ങി ഷർട്ടൊക്കെ ഇട്ട് ആരും ഷർട്ടൊന്നും, ഈ പണ്ട് മുണ്ട് മാത്രം എടുത്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഷർട്ടൊന്നും ഇല്ലാതെ. അന്ന് ആരോഗ്യത്തിന് കുറവൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഷർട്ട്, പിന്നെ AC കാറ്, AC റൂം, അതിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ പോലെ തന്നെയാണ് രോഗങ്ങളും. അതെ, അതുപോലെ നമ്മൾ നേരത്തെ ഒരു ഡാറ്റ സെൻസിനോ കമ്പനി കഴിഞ്ഞ ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തായിരുന്നു ഡോക്ടർ. ഏകദേശം ഒരു 6 ലക്ഷത്തിലധികം ബ്ലഡ് ടെസ്റ്റുകൾ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യണ്ടായി. ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ 97% ആൾക്കാരും ഈ ഇൻഫ്ലമേഷൻ ആണ് ബോഡിയിൽ. അതായത് ഈ ഒമേഗ 6 ടു ഒമേഗ 3 റേഷ്യോ അൺബാലൻസ്ഡ് ആണ്, ഉയർന്ന റേഷ്യോ ആണ്. ഇന്ത്യയിൽ തന്നെ ഇത് 46:1 ഒക്കെയാണ്. അപ്പം ഈ ഒമേഗ 6 ഒരു ബാഡ് ഫാറ്റ് ആണല്ലോ, അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഈസ് ഓൾവേസ് ട്രിഗറിങ് ഇൻസൈഡ് ദ ബോഡി. അപ്പൊ അതൊരു ഗ്ലോബലി 97% ആൾക്കാർ നമ്മൾ ഇന്നത്തെ നിലവിലെ ഭക്ഷണ രീതിയിൽ കൂടി തന്നെ ഒരു ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസസ് ആണ് ബോഡിയിലേക്ക് കയറുന്നത്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള വെള്ളം ശരീരത്തിൽ ഇല്ല. ഫയർ മാത്രമേ ചെല്ലുന്നുള്ളൂ, വാട്ടർ ഇല്ല. അതും ഒരു ഘടകമാണല്ലോ. ഇറ്റ് ഈസ് ദർ എവ്രിവെയർ, നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സ്വീഡൻ. ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പ്രോബ്ലം കൂടിയാണ്. ഓക്കെ, എന്തായാലും എനി അതർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഡോക്ടറെ ഇന്നിവിടെ ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചതിന്, പങ്കുവച്ചതിന്, ഡോക്ടറുടെ അറിവും എക്സ്പീരിയൻസും ഇത്രയും കാമായിട്ട്, ഇത്രയും ലളിതമായി ഷെയർ ചെയ്തതിന് ഹൃദയപൂർവ്വം നന്ദി. ഒരു ലെക്ചറോ അല്ലെങ്കിൽ ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഒരു കൺവെർസേഷൻ ആയിരുന്നു, സംഭാഷണമായിരുന്നു. അതുപോലെ അനുഭവത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു, ചിന്തിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. അപ്പോ ഒരുപാട് വലിയ സാങ്കേതിക കാര്യങ്ങളൊന്നും പറയാതിരുന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ആരോഗ്യം എന്ന് പറയുന്ന ഒരു അടിയന്തര പ്രശ്നമല്ല, അതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ ശരീരത്തെ നമ്മൾ പേടിയോടുകൂടി ഒന്നും നോക്കേണ്ടതില്ല. നമ്മൾ ശ്രദ്ധയോടുകൂടി സമീപിക്കുക, അത് ബഹുമാനത്തോടു കൂടി നമ്മൾ ശരീരത്തെ സമീപിക്കുക. അപ്പോ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും തൻ്റെ ഒരു ആരോഗ്യത്തെക്കുറിച്ച് ഒന്നുകൂടി ശാന്തമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അതിനൊരു എന്താ പറയാ, ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെഷൻ അതിന്റെ ലക്ഷ്യം നേടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ മെമ്പേഴ്സിനും, ഡോക്ടേഴ്സിനും ഒക്കെ സമയം കണ്ടെത്തി വന്ന എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഇതൊരു തുടക്കം മാത്രമാണ്.
അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുമെങ്കിൽ എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇത്തരത്തിൽ സെഷൻസ് ഉണ്ട്. പ്രഗത്ഭരായ, ഇപ്പോൾ ഡോക്ടറെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ വന്ന് അവരുടെ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ കൂടിയാണ്. അപ്പോ എന്തായാലും ഡോക്ടർ സാർ ഒരിക്കൽ കൂടി വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. സ്നേഹം. ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം വളരെ മനോഹരമാക്കി തന്നതിൽ, ഇത്ര അർത്ഥവത്താക്കി തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും നല്ല ഒരു ആഴ്ചയും, എന്തായാലും ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പൊ ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.